മായം കലർന്ന പെട്രോൾ വിൽക്കുന്നതിന് പിന്നിലുള്ള കൃത്യമായ നീക്കങ്ങൾ, അതിന് BJP നേതൃത്വം എന്തൊക്കെ രീതിയിലുള്ള വ്യാപാരമാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്തെ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ ബോധപൂർവം ശ്രമിക്കുകയാണ്. തവണ ഭരണം നഷ്ടമാകൽ മാത്രമല്ല, പോകുന്നതിന്റെ കൂടെ പരമാവധി കാശടിച്ചു മാറ്റുക എന്ന ശ്രമം. കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി ഇവിടെ E20 വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും സാധാരണക്കാർക്ക് E20 വാഹനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുമുള്ള ശ്രമം. ഇതാണ് E20 വാഹനങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഗഡ്കരി പൊടുന്നനെ E20യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിൽ ഒച്ചപ്പാടുണ്ടാക്കിയത് എന്തിന്റെ പേരിലായിരുന്നു എന്നുള്ളത് ജനങ്ങൾ പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അതായത് കൂട്ടായ ഉത്തരവാദിത്തത്തോടു കൂടി കേന്ദ്ര ക്യാബിനറ്റ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനെല്ലാം കൂട്ടുനിൽക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി ഉള്ളപ്പോൾ എന്തിനെ ഭയക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ രാജ്യം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വൻ തോതിലുള്ള ഇന്ധന കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനികളുടെ സഹായത്തോടു കൂടി ഇന്ധന കൊള്ള ഈ രാജ്യവ്യാപകമായി നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അസന്തുലിത അവസ്ഥ. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഈ രാജ്യത്ത് പെട്രോളിന്റെ വില 60 കടക്കുന്ന സാഹചര്യം വന്ന ആ നിമിഷം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഘോരഘോരം വാദിച്ച ആ വീഡിയോ ക്ലിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്രോളിന്റെ വില 110 കഴിഞ്ഞുകൊണ്ട്, അതും മായം കലർത്തിയ പെട്രോൾ, മൈലേജ് കുറയ്ക്കുന്ന അത്തരത്തിൽ പെട്രോൾ എഞ്ചിനുകളുടെ ക്ഷമത തന്നെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് എത്തനോൾ കലർത്തിയ പെട്രോളിലൂടെ ഈ രാജ്യത്ത് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. സാധാ ഒരു പെട്രോൾ പമ്പിൽ പോലും മായം കലർത്തിയ പെട്രോൾ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാർ. ഇതിനെതിരെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി പറഞ്ഞത്, ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം, അതൊന്നും ആരുടെയും തെറ്റല്ല. രാജ്യം ഇപ്പോൾ ഈ രീതിയിലാണ് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ആര് ചോദിക്കാനുണ്ട്? ഇത്രയും അഹംഭാവം വരുത്ത ഒരു മനുഷ്യൻ, ഇത്രയും ധാർഷ്ട്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ചോദിക്കുന്നവരുടെ വാ മൂടിക്കെട്ടാനും ആ വിമർശിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയോ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയോ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ. ഈ രാജ്യത്ത് സർക്കാരിനെ വിമർശിക്കാൻ അവകാശമില്ല. സർക്കാരിനെ വിമർശിക്കുന്നവർ രാജ്യദ്രോഹികളാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം. ഇതിനു മുമ്പ് ഇങ്ങനെ കാലം ഈ രാജ്യത്ത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? 24 മണിക്കൂറും അവർ ഘോരഘോരം പറയുമല്ലോ, അടിയന്തരാവസ്ഥ കാലത്ത് പരിതാപകരമായിരുന്നു കാഴ്ചയെന്ന്. അടിയന്തരാവസ്ഥ കാലം താൽക്കാലികമായ ഒരു പ്രതിഭാസമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 കൊല്ലമായുള്ള ഈ രാജ്യം നേരിടുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അതിന്റെ അത്ര വികലമല്ല ഒന്നും.